ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ന്യൂട്രൽ വ്യൂവിന് പറ്റിയ സ്ട്രാറ്റജീസ് ആണ്. ടോപ്പ് സ്ട്രാറ്റജീസ് 3 പഠിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ ഷോർട്ട് സ്റ്റാർഡ്. ഷോർട്ട് സ്റ്റാർഡിൽ ചെയ്യുന്നത് ഒരു ATM അറ്റ് ദ മണി കോൾ ഓപ്ഷൻ വിൽക്കുന്നു, അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻ വിൽക്കുകയാണ്. സ്റ്റോക്ക് വളരെ വലിയ മൂവ്മെന്റ് നടത്തിയാൽ മുകളിലേക്കോ താഴേക്കോ എങ്ങോട്ടെങ്കിലും ഒരു വഴിക്കായിരിക്കുമല്ലോ നടത്തുന്നത്. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇത് റിസ്ക് ആണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ദിസ് ഈസ് റിലയൻസിന്റെ ഒരു മാസത്തെ ചാർട്ടാണ് ഈ നോക്കുന്നത്. ഏകദേശം 1 to 1.7 അടുത്ത് പ്രൈസ് അടുത്ത ഒരു 40 ഡേയ്സ് 40 ദിവസ കാലയളവിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പ്രോഫിറ്റബിൾ ആവാം എന്ന് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് ഷോർട്ട് സ്റ്റാർട്ട്. അപ്പോൾ 1 to 1.7 അടുത്തുള്ള സ്ട്രൈക്കിലെ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ ഇത് രണ്ടും ഓരോന്ന് വിൽക്കുക. 1-for-1 എന്നുള്ള പ്രൊപ്പോർഷനിൽ വിൽക്കുക. അതാണ് സ്ട്രാറ്റജി. സോ 1 to 1.7 അടുത്തുള്ള സ്ട്രൈക്ക് 1 to 2.0 ആണ്. 1 to 2.0 കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും മാർച്ച് 27 എക്സ്പയറിയിലേക്ക് വിൽക്കാം. ഇന്ന് ഫെബ്രുവരി 12. സോ മാർച്ച് 27 ഒരു മാസത്തിലധികം ഉണ്ട്. 45 ഡേയ്സിനൊക്കെ അടുത്തുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് സ്യൂട്ടബിൾ. ഓക്കെ, നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജി ഷോർട്ട് സ്റ്റാർഡിലാണ്. 1 to 3.0 1 to 2.0 ആണ് അറ്റ് ദ മണി എന്ന് പറയുന്നത്. 1 to 2.0. സോ 1 to 2.0 കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരുമിച്ച് വിൽക്കുന്നു. ഇങ്ങനെ ഒരു പ്രോഫിറ്റബിലിറ്റി ചാർട്ട് നമുക്ക് കിട്ടുന്നു. ഇത് വിൻ ചെയ്യാനുള്ള സാധ്യത 55.86% ആണ് വിന്നിംഗ് പെർസെന്റ്. വിന്നിംഗ് പെർസെന്റ് മീൻസ് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ അതാണ് വിന്നിംഗ് പെർസെന്റ് എന്ന് പറയുക. മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് 37,975 രൂപയാണ്. അത് സ്റ്റോക്ക് 1 to 2.0 തന്നെ നിന്നാലാണ്. എൻഡ് ഓഫ് ദ എക്സ്പയറി, അതായത് 27 മാർച്ചോടുകൂടി ഈ സ്റ്റോക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ 1 to 2.0 അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രാറ്റജി നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് തരും. ഇതിന് വേണ്ടി വരുന്ന മാർജിൻ 1,43,000 രൂപയാണ്. ഇതിന്റെ ബ്രേക്ക് ഇവൻസ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. മൊത്തം കിട്ടിയ പ്രീമിയം എത്രയാണോ ആ പ്രീമിയം ഈ സ്ട്രൈക്കിൽ നിന്ന് മൈനസ് ചെയ്താൽ താഴെയുള്ള ഒരു പ്രൈസ് കിട്ടും. അതായത് 1145 ആണ് കിട്ടുന്നത്. 1145 എന്ന് പറയുന്നത് 1220 നിന്ന് ഈ പുട്ടിന്റെ പ്രീമിയം ആയ 42 കോളിന്റെ പ്രീമിയമായ 42 പുട്ടിന്റെ പ്രീമിയമായ 33 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1145 ആണ്. അതാണ് താഴേക്കുള്ള നമ്മുടെ ബ്രേക്ക് ഇവൻ. കാരണം അതുവരെ നമ്മൾ പ്രോഫിറ്റബിൾ ആണ്. പ്രോഫിറ്റ് കുറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് പോയാൽ താഴേക്ക് പ്രൈസ് പോയാൽ നമുക്ക് നഷ്ടം വരും. റിലയൻസിന്റെ പ്രൈസ് താഴേക്ക് പോയാൽ നഷ്ടം വരും. അതുപോലെ തന്നെ തിരിച്ച് മുകളിലേക്ക് വരുമ്പോൾ നമ്മളുടെ സ്ട്രൈക്ക് 1 to 2.0 കൂടി ആഡ് ചെയ്യണം. 33.15 ആഡ് ചെയ്യണം. അതോടൊപ്പം 42.8 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൈസ് കിട്ടും. അതാണ് അപ്പർ ബ്രേക്ക് ഇവൻ. മുകളിലേക്ക് സ്റ്റോക്ക് പോകുമ്പോൾ 1 to 95 വരെ പോകാവൂ. അതിനപ്പുറത്തേക്ക് പോയാൽ നഷ്ടമാണ് നമുക്ക് വരിക. ഇതാണ് ഷോർട്ട് സ്റ്റാർഡിൽ എന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി. ഈ ഒരു വ്യൂ ആണ് എങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാവുന്നതേ ഉള്ളൂ. റിസ്ക് മനസ്സിലാക്കുക. സ്റ്റോക്ക് മുകളിലേക്ക് ഒരുപാട് പോയാൽ നഷ്ടം, താഴേക്ക് ഒരുപാട് പോയാലും നഷ്ടം. ഇതാണ് ഈ സ്ട്രാറ്റജിയുടെ പ്രത്യേകത. ഇതൊരു ന്യൂട്രൽ സ്ട്രാറ്റജി നമ്പർ 1. അടുത്തത് ഷോർട്ട് സ്ട്രാങ്കിൾ ആണ്. ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അറ്റ് ദ മണിക്ക് പകരം ഔട്ട് ഓഫ് ദ മണിയാണ് ഇവിടെ കോൾ ആയാലും പുട്ടായാലും നമ്മൾ ചെയ്യുക. അതായത് ഷോർട്ട് സ്ട്രാങ്കിൾ ഇതാണ് 1150 1320 അവർ പറയുന്നു. ഓക്കെ, 1150 പുട്ടെന്ന് പറയുമ്പോൾ ഇതാണ് ഔട്ട് ഓഫ് ദ മണിയാണ്. 1320 ഔട്ട് ഓഫ് ദ മണി തന്നെയാണ്, കോൾ ഓപ്ഷനാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വിൽക്കുകയാണ്. യെസ്, സെൽ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി ഈ രീതിയിൽ കിട്ടുകയാണ്. ഇത് കൂടുതൽ ലാഭസാധ്യതയുണ്ട്. കാരണം ഇവിടെ 71.37% ചാൻസ് ആണ് ഇവിടെ ഇവർ കാണുന്നത് ഇത് വിൻ ചെയ്യാൻ. കാരണം വളരെ വൈഡായിട്ടുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി ഏരിയ നമുക്ക് ഈ സ്ട്രാങ്കിൾ വഴി കിട്ടുന്നുണ്ട്. ഇവിടെ പ്രീമിയം പക്ഷേ കുറച്ചേ കിട്ടുന്നുള്ളെങ്കിലും അതിനനുസരിച്ച് ഉള്ള റിസ്ക് കുറവുണ്ട്.
പ്രോബബിലിറ്റി കൂടുതലുണ്ട്, മാർജിനും കുറച്ച് കുറവുണ്ട്. കാരണം ഈ സ്റ്റോക്കിന്റെ വില 7.23% താഴെ വന്നാൽ മാത്രമേ നമ്മൾ നഷ്ടം തുടങ്ങുകയുള്ളൂ. മുകളിലേക്കും അതുപോലെ ഒരു 10% മുകളിൽ പോയി കഴിയുമ്പോഴാണ് നഷ്ടം സ്റ്റാർട്ട് ചെയ്യുക. അതിന് നമുക്ക് ഈ അടുത്ത 27 മാർച്ച് വരെ സമയമുണ്ട്, 45 ദിവസത്തിനടുത്തുണ്ട്. ഏറ്റവും കൂടിയ ലാഭം എന്ന് പറഞ്ഞാൽ 10,650 രൂപയാണ്. അത് കിട്ടണമെങ്കിൽ ഈ സ്റ്റോക്ക് ഇത്രയും ഈ റേഞ്ചിൽ എവിടെയെങ്കിലും എക്സ്പയർ ആയാൽ മതി. എക്സ്പയറി വീക്ക് ആകുമ്പോഴത്തേക്കും ഇവിടെ എവിടെയെങ്കിലുമാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു പ്രോഫിറ്റിനടുത്ത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതും ഒരു പോപ്പുലർ നമ്പർ 1 സ്ട്രാറ്റജിയാണ്. ന്യൂട്രൽ വ്യൂ ഉള്ള സിറ്റുവേഷൻസിൽ ഷോർട്ട് സ്റ്റാൻഡേർഡ്. ഇവിടെ അൺലിമിറ്റഡ് റിസ്ക് ആണ്. ഈ റേഞ്ചിനപ്പുറത്തേക്ക് പ്രൈസ് പോയാൽ ഷോർട്ട് സ്റ്റാൻഡേർഡിന്റെ അതേ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെയും. നഷ്ടം സ്റ്റാർട്ട് ആവും. അൺലിമിറ്റഡ് ആണ്. മുകളിലേക്ക് താഴേക്ക് കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് പറയാം. അൺലിമിറ്റഡ് എന്ന് പറയാൻ സാധ്യമല്ല താഴേക്ക് പോകുമ്പോൾ, കാരണം 0 വരെ മാക്സിമം സ്റ്റോക്കിന് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മൂന്നാമത്തെ സ്ട്രാറ്റജി അയൺ കോണ്ടർ ആണ്. ഇവിടെ ചെയ്യുന്നത് OTM പൊട്ടും കോളും വിൽക്കുന്നു, പക്ഷെ അതേസമയം ഫർദർ OTM പൊട്ടും കോളും വാങ്ങുകയും ചെയ്യുന്നു പ്രൊട്ടക്ഷനായിട്ട്. സെയിം നമ്മൾ ഈ സ്ട്രഗിൾ പോലെയുള്ള സ്ട്രാറ്റജി തന്നെയാണ്, പക്ഷെ ഫർദർ ആയിട്ട് വാങ്ങുന്നു എന്ന് മാത്രം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഷോർട്ട് ടൈം കോണ്ടർ ഇവിടെ ചെയ്യുന്നത് 1140 പുട്ട് ഓപ്ഷൻ വാങ്ങുന്നു, 1310 കോൾ ഓപ്ഷൻ വാങ്ങുന്നു. അത് രണ്ടും ഔട്ട് ഓഫ് ദി മണിയാണ്. അതോടൊപ്പം തന്നെ 1180 പുട്ട് ഓപ്ഷൻ വിൽക്കുന്നു, 1270 കോൾ ഓപ്ഷൻ വിൽക്കുന്നു. ഇങ്ങനെ ഒരു ചാർട്ട് നമുക്ക് കിട്ടും. ഇവിടെ മാർജിൻ കുറച്ച് കുറയുന്നുണ്ട്. ഇപ്പൊ 62,497 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് കുറവാണ്. സ്ട്രാഡിലിനേക്കാളും കുറവാണ്, സ്ട്രാങ്കിളിനേക്കാളും ഒരുപാട് കുറവാണ്. അതായത് ഇത് ലോ പ്രോബബിലിറ്റി ആണ് ഇതിനെ പറയുന്നത്. കാരണം നമ്മൾ ഈ ഓപ്ഷൻ വാങ്ങാനായിട്ട് കുറച്ച് പണം ചിലവാക്കി, ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് മാർജിനകത്തു നിന്ന്, അതായത് നമ്മുടെ മൊത്തമുള്ള പ്രോഫിറ്റബിലിറ്റി ലെവലിൽ നിന്ന് അത് കുറയുന്നുണ്ട്. പക്ഷെ നമുക്ക് റിസ്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇത് ഒരു ന്യൂട്രൽ വ്യൂ തന്നെയാണ്. സ്റ്റോക്ക് ഈ ഒരു മേഖലയിൽ, ഈ ഒരു റേഞ്ചിൽ, അതായത് ഒരു 4% താഴോട്ടും ഇപ്പൊ നിൽക്കുന്ന അവിടെ നിന്നുകൊണ്ട് ഒരു 6%-ത്തിനടുത്ത് മുകളിലേക്കും 5.5% മുകളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ നഷ്ടമൊന്നും നമുക്ക് വരുന്നില്ല. ലാഭം തന്നെയാണ് ചെറിയ രീതിയിലാണെങ്കിലും. പക്ഷെ ഒരു 4% വരെ മുകളിലേക്കും താഴേക്ക് ഒരു 3% വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. 9-25 വരെ മാക്സിമം പ്രോഫിറ്റ് ഉള്ളത് കിട്ടാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. ഇതാണ് അയൺ കൗണ്ടർ എന്ന സ്ട്രാറ്റജി. ഈ 3 സ്ട്രാറ്റജികളാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ന്യൂട്രൽ സ്ട്രാറ്റജികൾ. വേറെ ഒരുപാട് സ്ട്രാറ്റജികളുണ്ട്, പക്ഷേ ഇതൊക്കെ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ 3 സ്ട്രാറ്റജികൾ. എസ്പെഷ്യലി ഈ മൂന്നാമത് പറഞ്ഞത് റിസ്ക് ബൈ ഓപ്ഷൻ കൊണ്ട് ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്. മാക്സിമം റിസ്ക് കുറയുന്നുണ്ട്. ഇവിടെ താഴേക്ക് ഒരുപാട് സ്റ്റോക്ക് ഒരുപാട് താഴെ പോയാലും നമുക്ക് 10,000 രൂപ നഷ്ടം വരുന്നുള്ളൂ. ഒരുപാട് മുകളിലേക്ക് പോയാലും നമുക്ക് 10,000 രൂപയ്ക്കടുത്ത് നഷ്ടം വരുന്നുള്ളൂ. അതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. മറ്റ് ഈ തൊട്ട് മുമ്പ് കണ്ട 2 സ്ട്രാറ്റജിയിലും അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസിനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ അതില്ല. ഇവിടെ റിസ്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ലോസ് എത്രയാണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ലിമിറ്റഡ് റിസ്ക് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത. റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനുള്ള ചാൻസും ഇതിലൂടെ ഉണ്ട്. എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. Happy investing.